സോ വെൽക്കം ബാക്ക് ഗൈസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ലോന്റെ 2 കില്ലൻ ചാപ്റ്റേഴ്സ് ആണ്. അതായത് 362 363 അതേപോലെ തന്നെ ഈ പേജ് നിങ്ങൾ സബ് ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പിന്നെ ഈ വീഡിയോക്ക് ചെറിയൊരു ടാർജറ്റ് ഉണ്ട് കേട്ടോ. 800 ലൈക്സ് ആണ് ഈ വീഡിയോക്ക് ഞാൻ വെച്ചിട്ടുള്ള ടാർജറ്റ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾ അച്ചീവ് ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സോ ഇനി ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ക്ലോർ കിങ്ഡത്തിലെ ആ ഒരു രാജാവ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ കിടന്ന കാർ പണി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എന്തൊക്കെ വന്നാലും നിങ്ങൾ എല്ലാവരും എന്നെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പുള്ളി കിടന്ന് കാറുമാണ്. ക്ലോർ കിങ്ഡം ആയിട്ട് ഒരു പ്യുവർ ബാറ്റിൽ ഫീൽഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അവിടുത്തെ കുറേ കെട്ടിടങ്ങൾ ആകാശത്തേക്ക് ഉയരുന്നുണ്ട്. ഇതായിട്ട് നമ്മുടെ ലൂഷ്യസ് ചെയ്യുന്ന പണിയാണ്. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ക്യാപ്റ്റൻ കൈസറിന്റെ മുഖത്തേക്ക് ആരോ ഒരാൾ ഇടിച്ചു. അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ ലൂഷ്യസിന്റെ ഒരു ക്ലോൺ ആണ്. അത് വിസാർഡ് കിങ് അല്ലേ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അതായത് മാസ്റ്റർ ജൂലിയസ് ആണോ എനിമീസിനൊക്കെ ലേറ്റ് ചെയ്യുന്നത്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോഴല്ലേ സത്യം മനസ്സിലായത്. വിസാർഡ് കിങ് ആബ്സെന്റ് ആയിരുന്നല്ലേ? മാസ്റ്റർ ജൂലിയസ് അല്ല, വിസാർഡ് കിങ് തന്നെയാണല്ലേ ഞങ്ങളുടെ എനിമി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവരുടെ ജീവനും കൊണ്ട് ഓടുവാണ്. പക്ഷെ അവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, അവരുടെ കാര്യം എല്ലാം കഴിഞ്ഞു. അവർക്ക് ഇനി ഒരിക്കലും ഈ ഒരു ബാറ്റിൽ ജയിക്കാൻ സാധിക്കത്തില്ല. എല്ലാവരും ഇവിടെ മരിക്കാൻ പോകുവാണ്. പെട്ടെന്നായിരുന്നു മാർക്സിന്റെ ഒരു രൂപം എല്ലാവരുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവനായിട്ട് ക്ലോർ കിങ്ഡത്തിലുള്ള എല്ലാ ആൾക്കാരോടും ഒരേപോലെ ഒരു കാര്യം പറയാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. നിനക്കൊരു കാര്യം അറിയാവോ? ഇൻഫോർമേഷൻ ആണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു വെപ്പൺ. നിന്റെ മാജിക്ക് ഒരു സമയത്ത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും നല്ല ധൈര്യം കൊടുക്കും. ജൂലിയസ് പണ്ട് മാർക്സിനോട് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് പുള്ളിക്കാരൻ പറയാൻ തുടങ്ങും. വിസാർഡ് കിങ്ങിന്റെ ബോഡി നമ്മുടെ എനിമി കയ്യേറിയിരിക്കുകയാണ്. എനിക്കറിയാം പുള്ളിക്കാരൻ വളരെയധികം ഡേഞ്ചറസ് ആണ്. പക്ഷെ അതൊക്കെ അറിഞ്ഞിട്ടും കുറെ പേര് ഈ രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫ്സ് ഒക്കെ റിസ്ക് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു വിസാർഡ് കിങ്ങിനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്റെ മനസ്സ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അവനെ അറിയാവുന്നതാണ്. അത് കഴിയുമ്പോൾ നമ്മുടെ മിമോസ് തന്നെ പറയുന്നത് എന്നെ പോലെ തന്നെ അവൻ ഗോൾഡൻ ഡോഡ്സിലെ ഒരു മെമ്പർ കൂടിയാണ്. അതുമാത്രമല്ല പലതവണ ബാറ്റിൽ ഫീൽഡിൽ അവൻ ഇറങ്ങി ചെന്നിട്ടുണ്ട്. അവന്റെ ജീവൻ പണയം വെച്ച് അവൻ കുറെ വട്ടം നമ്മളെ എല്ലാവരും രക്ഷിച്ചിട്ടുണ്ട്. അത് മറ്റാരുമില്ല, 4 ലീഫ് ഗ്രിമോറുള്ള യൂണോ. അവൻ മാത്രമല്ല ബാക്കിയുള്ള ക്യാപ്റ്റൻസ് എല്ലാവരും അവരുടെ ജീവൻ പണയം വെച്ചാണ് നമ്മളെ എല്ലാവർക്കും വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ധൈര്യം ഒരിക്കലും കൈവിടരുത്. ഇഷ്ടം പോലെ പേർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരാൾക്ക് പോലും ഇതുവരെ സീരിയസ് ആയിട്ടുള്ള ഒരു വൂണ്ട് കിട്ടിയിട്ടില്ല. അത് യൂണോയുടെ സ്പെല്ല് കാരണമാണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അവൻ കാരണം നിങ്ങൾക്ക് കൂടുതൽ മാജിക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അത് യൂസ് ചെയ്ത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടും. എങ്ങനെയെങ്കിലും നിങ്ങൾ ജീവിക്കണം. നമ്മളെ കൊണ്ട് ഒരു ജീവനെങ്കിലും സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. എന്നിട്ട് മനസ്സിൽ നമ്മുടെ മിമോസ പറയുന്നുണ്ട്, അത് സത്യമല്ലേ അവസ്ഥ? എനിക്കറിയാം നീ ഇതുവരെ ഗീവ് അപ്പ് ചെയ്തിട്ടില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഞാനും ഇവിടെ ഗീവ് അപ്പ് ചെയ്യത്തില്ല. ഇത് കേൾക്കാൻ നേരത്ത് കേട്ടിരുന്ന എല്ലാവർക്കും കുറച്ചൊക്കെ അധികം ധൈര്യം വരുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ സേക്ക് കിടന്ന് കാർന്നുണ്ട്, ഞാൻ ഇവിടെ ഫൈറ്റ് ചെയ്യാം. ആ സമയത്ത് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക. എന്നിട്ട് പുള്ളിയുടെ ആ ബ്രോൺസ് ക്രിയേഷൻ മാജിക് യൂസ് ചെയ്ത് ഒരു ചെറിയ സാധനം ഉണ്ടാക്കുന്നുണ്ട്. അതാകട്ടെ പാലഡിയൻ ഒരു അറ്റാക്കും ചെയ്യും. പക്ഷെ അത് തകർത്ത് കളയുമെന്ന് മാത്രം. സെൻട്രലിനെ ഒന്ന് എഴുന്നേക്കാൻ പോലും പറ്റാതെ അവിടെ കിടക്കുവാണ്. പുള്ളിക്കാരൻ മനസ്സ് പറയുന്നുണ്ട്, എനിക്കറിയാം എനിക്ക് പെട്ടെന്ന് സ്ട്രോങ്ങർ ആകാൻ സാധിക്കത്തില്ലെന്ന്, പക്ഷെ എനിക്ക് സ്ട്രോങ്ങർ ആയേ. എന്നിട്ട് ആസ്റ്റനെ ആലോചിക്കുകയാണ്. കാരണം ആസ്റ്റയും ഇതുപോലെ തന്നെയാണ്. പുള്ളിക്കാരനെ കൊണ്ട് പറ്റിയല്ലെന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ആസ്റ്റ ഉയർത്തെഴുന്നേക്കും. നിന്നെ പോലെ ഞാൻ ഇവിടെ എഴുന്നേക്കുവാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേക്ക് വീണ്ടും അവിടുന്ന് എഴുന്നേക്കുവാണ്. നീ എത്രയൊക്കെ സ്ട്രഗിൾ ചെയ്താലും യൂണോ, ഇതിന്റെയൊക്കെ അവസാനം ഞാൻ പറയുന്ന പോലെ തന്നെയായിരിക്കും. അതിന് ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. അത് നീ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി. ഇതേ സമയം നമ്മുടെ ആസ്റ്റയായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് തിരിച്ചു പോകാനായിട്ട്. അപ്പൊ തന്നെ നമ്മുടെ റിയൂ പറയുന്നുണ്ട്, അവരപ്പുറത്തെ സൈഡിൽ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം മറ്റൊന്നും അല്ലായിരുന്നു, നമ്മുടെ കീറയാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട് അവിടേക്ക് വന്നിട്ട് ഞാൻ ഇവിടുത്തെ ഈവിലിനെയൊക്കെ കൊന്ന് ഇവിടെ ജസ്റ്റിസ് നടപ്പാക്കാൻ പോകുവാണ്. നിങ്ങൾ എല്ലാവരും ആസ്റ്റനെ ഒബ്സസ് ചെയ്തിരിക്കുവാണ്. അവനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാനല്ലേ നിങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവൻ ജീവനോടെ ഉണ്ടെങ്കിലും അവൻ ഇങ്ങോട്ട് വരാൻ സാധിക്കത്തില്ല. അതിനുള്ള എല്ലാ വഴികളും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ കുറേയധികം പാലഡിയൻസ് വന്നിട്ടുണ്ടല്ലോ. അവിടെയുള്ള ഫോറസ്റ്റിലുള്ള കുറേയധികം വിച്ചസ് അവരുമായിട്ട് ഫൈറ്റും ചെയ്യുന്നുണ്ട്. വളരെ വലിയ ഹ്യൂജ് ആയുള്ള 3 അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും കീറ അത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഡിസ്മാൻഡിൽ ചെയ്ത് കളയും. അതായത് ഒരു അറ്റാക്ക് പോലും കീറയുടെ അടുത്തേക്ക് വന്നില്ല. ഞാനിപ്പോ ഒരു പലഡിയനാണ്. അത് മാത്രമല്ല ജസ്റ്റിസ് എന്റെ സൈഡിലുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ അറ്റാക്സ് ഒന്നും എന്റെ അടുത്തേക്ക് വരത്ത് പോലുമില്ല. പുള്ളി എന്നിട്ടൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ അറ്റാക്ക് വളരെ ഹ്യൂജ് ആയിരുന്നു. എല്ലാവരെയും അത് ഡിഫീറ്റും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, സോ അവിടെയാണല്ലേ ഈ ലോകത്തിന്റെ സമാധാനം നശിപ്പിക്കാൻ പോകുന്ന ആ ഒരു ഡെവിലിനെ ഞാൻ ഒരിക്കലും ഇവിടേക്ക് വരാൻ അനുവദിച്ചുകൂടാ. എന്നിട്ട് പുള്ളിക്കാരെ ഓർഡർ കൊടുത്ത പ്രകാരം അവിടെ 5 പാലഡിയൻസ് ഒരുമിച്ച് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള അറ്റാക്ക് ആയിരുന്നു. ആസ്റ്റിനെ സമൺ ചെയ്യാൻ വേണ്ടി നിന്നൊരു സ്ഥലമില്ലേ, അവിടേക്കാണ് ഈ അറ്റാക്കും പോയിട്ടുള്ളത്. നിനക്ക് ഒരു കാര്യം അറിയാവോ? മാസ്റ്റർ ലൂഷ്യസിന് എല്ലാം തന്നെ കാണാൻ സാധിക്കും. ഒരു സമാധാനമായ ലോകം പുള്ളിക്കാരന് കാണാൻ സാധിക്കും. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും കാണാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രശ്നം പുള്ളിക്കാരൻ കണ്ടു. അത് ആ ഫോറസ്റ്റിലെ വിച്ചസ് ആണ്. അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയും പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. യാമി, എന്റെ കൂടെ വരൂ, നമുക്ക് വീണ്ടും പുനർജനിക്കാം. എന്നിട്ട് ഈ കിങ്ഡം പ്രൊട്ടക്ട് ചെയ്യാം. നമ്മൾ ഗ്രേഡിയറിൽ നിന്നില്ലേ അതുപോലെ തന്നെ. പക്ഷേ നമ്മുടെ ക്യാപ്റ്റൻ ആ ജൂലിയസ് നാറി ആയിരിക്കത്തില്ല, പകരം ലൂഷ്യസ് ആയിരിക്കും. മോർഗൻ, നീ ഒരു കാര്യം മനസ്സിലാക്കണം,
ഞാനും നീയും ഇപ്പൊ ഒരു ടീമിനല്ല, എനിക്ക് എന്റെ ബ്ലാക്ക് ബോൾസ് ഉണ്ട്. ഒന്നുമില്ലെങ്കിലും നീയല്ലേ എന്നോട് പറഞ്ഞത് അതുപോലത്തെ ഒരു കാര്യം തുടങ്ങണമെന്ന്, അതുകൊണ്ട് തന്നെ ഞാനത് തുടങ്ങി. കീറയും ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്ത ആ ഒരു അറ്റാക്ക് എന്താ പറയാ, ഒരു സാധനത്തിന്റെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്, എന്നിട്ട് അവരുടെ നേരെ തന്നെ തിരിച്ചു വരും. പക്ഷെ കീറ അതും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എന്താ പറയാ നശിപ്പിച്ച് കളയും. അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മുടെ ബ്ലാക്ക് ബോൾസ് എല്ലാവരും അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, നീ എന്തായാലും അപ്പുറത്തേക്ക് പോകത്തില്ല, അത് ഞങ്ങളുടെ വാക്കാണ്. വീണ്ടും നീയൊക്കെ എനിക്കെതിരെ വരുവാണെന്ന് കീറ പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ അവസാനിക്കുന്നത്.